അമേരിക്കയുടെ അഹങ്കാരത്തിന് നല്ല പണി കൊടുത്തിരിക്കുകയാണ് റഷ്യ. മറ്റ് ലോകരാജ്യങ്ങളോട് ആക്രോശിച്ചും ആജ്ഞാപിച്ചും ശീലിച്ച അമേരിക്ക ആ കാടിറക്കി റഷ്യയുടെ അടുത്തെത്തിയാൽ ഒരു ചുക്കും നടക്കില്ലെന്ന് അമേരിക്ക ഇതിനോടകം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു. ഇറാനെതിരെ നിൽക്കാൻ റഷ്യയുടെ കാല് പിടിച്ചു. എന്നിട്ടോ അമേരിക്കയോട് പോയി പണി നോക്കാൻ പറഞ്ഞിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് പുതിൻ. ഇനി എന്ത് സംഭവിച്ചാലും ഇറാനെ കൈവിടാൻ റഷ്യക്കാകില്ല. റഷ്യക്ക് മാത്രമല്ല, അമേരിക്കയുടെ പേടി സ്വപ്നമായ ചൈനയും ഉത്തര കൊറിയയും ഒക്കെ തന്നെ ഈ യുദ്ധത്തിൽ ഇറാനൊപ്പമാണ് നിലയുറപ്പിച്ചിട്ടുള്ളത്. ഇസ്രയേൽ പശ്ചിമേഷ്യയിൽ കാട്ടിക്കൂട്ടുന്ന ക്രൂരതകൾക്ക് മുഴുവൻ ചുക്കാൻ പിടിക്കുന്ന അമേരിക്കയോട് സന്ധി ചേരാൻ അവർക്ക് മനസ്സില്ല. എന്താണ് പശ്ചിമേഷ്യയിൽ നിന്നുള്ള പുതിയ വാർത്ത? നമുക്ക് കാര്യമായിട്ട് തന്നെ നോക്കാം. അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾക്ക് വൻ ഭീഷണി ഉയർത്തിക്കൊണ്ട് ആക്രമണം കടുപ്പിച്ച ഹൂതികൾക്ക് ആയുധം നൽകരുതെന്നും അവർക്ക് വേണ്ട പിന്തുണ നൽകരുതെന്നും ഇറാനോട് ആവശ്യപ്പെട്ട അമേരിക്ക ഇപ്പോൾ നാണം കെട്ട അവസ്ഥയിലാണുള്ളത്. ആയുധങ്ങൾ നൽകരുതെന്ന അമേരിക്കൻ ആവശ്യം ഇറാൻ നിരസിക്കുക മാത്രമല്ല, ഗാസയിലെ ജനങ്ങളോട് ക്രൂരത കാണിക്കാൻ ഇസ്രയേലിന് ഇന്ധനമാകുന്ന അമേരിക്കയോട് പോയി പണി നോക്കാൻ കൂടി പറയുകയാണ് ഇറാൻ ചെയ്യുന്നത്. അമേരിക്കയ്ക്ക് തങ്ങളെ പഠിപ്പിക്കാൻ എന്ത് അവകാശമെന്ന മട്ടാണ് ഇറാന്. മാത്രവുമല്ല, അമേരിക്ക ഒരുക്കുന്ന ചതിക്കുഴികളിൽ നിന്നും ഇറാനെ സംരക്ഷിക്കുന്ന ഗാർഡിയൻ ഏഞ്ചലായ റഷ്യയോട് ഇറാനെ ഈ വിഷയത്തിൽ സഹായിക്കരുതെന്ന് ആവശ്യപ്പെട്ടപ്പോഴും അമേരിക്കയ്ക്ക് നാണക്കേടാണ് ഉണ്ടായത്. ഇറാന് ആയുധങ്ങൾ നൽകരുതെന്ന ട്രംപിന്റെ ആവശ്യവും റഷ്യ തള്ളിക്കളഞ്ഞു. ഇതോടെ ഹൂതികളെ നിരായുധീകരിക്കണം എന്ന അമേരിക്കയുടെ ആഗ്രഹം ഏതാണ്ട് ഇല്ലാതായിരിക്കുന്നു. അമേരിക്ക പറയുന്ന രീതിയിൽ പുതിയ ആണവ കരാറിന് എത്രയും വേഗം സമ്മതിക്കണമെന്നാവശ്യപ്പെട്ട് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്ക് അമേരിക്കൻ പ്രസിഡന്റ് അയച്ച കത്ത് ഇറാന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതാണെന്നാണ് ഇറാന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള പിന്മാറ്റത്തിനും തയ്യാറല്ലെന്നാണ് ഇറാൻ ആവർത്തിച്ചു പറയുന്നത്. ട്രംപ് അധികാരത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഇറാന് കാര്യങ്ങൾ വ്യക്തമായിരുന്നു. അതായത്, ട്രംപ് വന്നാൽ ബൈഡൻ നൽകിയിരുന്നതിനേക്കാൾ വലിയ പിന്തുണ അമേരിക്ക നൽകുമെന്നും ഇതുവഴി പ്രശ്നങ്ങൾ രൂക്ഷമാകുമെന്നും നന്നായി അറിയാവുന്ന ഇറാൻ ട്രംപ് വരുന്നതിന് മുൻപ് തന്നെ ആവനാഴിയിൽ ആയുധങ്ങൾ നിറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ലോകത്തിന് മുന്നിൽ നിന്നും ഇറാൻ ഒളിപ്പിച്ച ഭൂഗർഭ അറയിൽ സൂക്ഷിച്ച ആയുധ ശേഖരങ്ങൾ ഹൂതികൾക്ക് നൽകുമോ എന്ന ആശങ്കയാണ് അമേരിക്കയെ ഇപ്പോൾ വല്ലാതെ അലട്ടുന്നത്. റഷ്യയുടെ സഹായത്തോടെ വലിയ ആയുധങ്ങൾ ഇറാന് കൈവശമുണ്ടെന്ന കാര്യത്തിൽ ഇസ്രയേലിനും അതുപോലെ അമേരിക്കയ്ക്കും വലിയ പ്രശ്നങ്ങളുണ്ട്. ഭൂഗർഭ അറകളിലെ വൻ ആയുധ ശേഖരങ്ങൾ ഇറാൻ സൈന്യം പലതവണ ഘട്ടങ്ങളായി പുറത്തുവിടുകയും ചെയ്തിരുന്നു. ആണവായുധങ്ങൾ ഇറാന്റെ കൈവശമില്ല എന്ന് അമേരിക്ക വിലയിരുത്തുന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ വലിയ രൂപത്തിലുള്ള റഷ്യൻ സഹായം ഇറാന് കിട്ടിയിട്ടുണ്ട് എന്ന സംശയം ഇസ്രയേലും പ്രകടിപ്പിക്കുന്നുണ്ട്. ഹമാസിനോടും ഹിസ്ബുള്ളയോടും നിലവിൽ ഹൂതികളോടും തല്ലുപിടിക്കുമ്പോഴും ഇറാന് നേരെ കൈയുയർത്താൻ ഇസ്രയേൽ മടിക്കുന്നതിന്റെ കാരണവും ഈ ആയുധ ശേഖരം ഒന്നു തന്നെയാണ്. ഖത്തറിനോളം പ്രകൃതി വിഭവങ്ങളുള്ള മണ്ണായിട്ടും അത്രത്തോളം വളർച്ച കൈവരിക്കാൻ രാജ്യത്തിന് കഴിയാതെ പോകുന്നതിന്റെ കാരണം അമേരിക്കയുടേതും അതുപോലെ തന്നെ ഇസ്രയേലിന്റെയും ശത്രുത തന്നെയാണ്. ഉപരോധങ്ങളിൽപ്പെടുത്തി ഇറാനെ ശ്വാസം മുട്ടിക്കാൻ അമേരിക്കയും ഇസ്രയേലും കിണഞ്ഞു പരിശ്രമിച്ചാലും ആത്മവിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ് ഇറാൻ എഴുന്നേറ്റ് വന്നത്. ഈ ആത്മവിശ്വാസമാണ് ഇരു രാജ്യങ്ങളുടെ പ്രധാന ആശങ്കയും. ട്രംപ് വിരട്ടൽ നടത്തുമെങ്കിലും അത് തുടരുമെങ്കിലും ആയുധമെടുക്കാൻ മടിക്കുമെന്ന് ഇറാനും നന്നായിട്ടറിയാം. നിലവിൽ അമേരിക്കയോട്, അതായത് ട്രംപ് ഭരണകൂടത്തിന് കീഴിലുള്ള അമേരിക്ക പല രാജ്യങ്ങളോടും തന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി കലഹിക്കുകയാണ്. ഒരിക്കൽ നാറ്റോയെ വളർത്തിയെടുത്ത അതേ അമേരിക്ക ഇപ്പോൾ നാറ്റോയെ വലിച്ചെറിഞ്ഞത് നമ്മൾ കണ്ട കാഴ്ചയാണ്. നാറ്റോ രാജ്യങ്ങളെ ഒന്നാകെ തള്ളി യൂറോപ്യൻ രാജ്യങ്ങളെ ഒക്കെ വെറുപ്പിച്ച് മതിച്ചു നടക്കുന്ന ട്രംപിനോട് പലർക്കും ദേഷ്യം തോന്നിയിട്ടുണ്ട്. കാനഡ, മെക്സിക്കോ, ചൈന, യൂറോപ്യൻ യൂണിയൻ എന്നിവരോടൊക്കെ തന്നെ താരിഫ് വർധനവെന്ന ഗിമിക്ക് കാട്ടി പേടിപ്പിക്കുകയാണ് ട്രംപ് ചെയ്യുന്നത്. ഏത് കാലത്തും അമേരിക്കയുടെ പ്രധാന ശത്രുവായിരുന്ന റഷ്യയോട് അടുക്കാനും ട്രംപ് ഇതിനിടയിൽ ശ്രമം നടത്തി. എന്നാൽ നിലവിൽ അമേരിക്കയോട് നല്ല ദേഷ്യമുള്ള രാജ്യങ്ങൾ പരസ്യമായോ അല്ലാതെയോ ഇറാനോട് പിന്തുണ അറിയിച്ചാൽ അമേരിക്കയ്ക്ക് എന്ത് ചെയ്യാനാകും? ശത്രുവിന്റെ ശത്രു മിത്രം എന്ന യുദ്ധതന്ത്രം പയറ്റിയാൽ അടിതെറ്റുക മറ്റാർക്കുമായിരിക്കില്ല, അത് അമേരിക്കയ്ക്ക് തന്നെയാണ്. മാത്രവുമല്ല, ഏഷ്യയിൽ അമേരിക്ക ഭയപ്പെടേണ്ട മറ്റ് രണ്ട് പ്രബല ശക്തികളുമുണ്ട്. അവർ ആയുധങ്ങൾ നിറച്ച് എന്തിനും തയ്യാറായി നിൽക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ആരാണ് അവർ എന്ന സംശയം തോന്നുന്നുണ്ടോ? സംശയിക്കാൻ ഒന്നുമില്ല. അമേരിക്കയെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുതെന്ന് പറഞ്ഞ ഉത്തര കൊറിയയും അമേരിക്കയോട് സമരസപ്പെടാൻ ഒട്ടും സാധ്യതയില്ലാത്ത നിലവിൽ അമേരിക്കയോട് എല്ലാ മേഖലയിലും കിടപിടിക്കുന്ന ചൈനയുമാണ് ആ രണ്ട് മഹാശക്തികൾ. ഇവരും ഇപ്പോൾ കളിക്കുന്നത് ഇറാനൊപ്പമാണ് എന്നത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ രാജ്യങ്ങളെ, അതായത് അമേരിക്ക സ്വന്തം അസ്തിത്വത്തിന് ഭീഷണിയായി കാണുന്ന ചൈന, ഉത്തര കൊറിയ, ഇറാൻ എന്നീ രാജ്യങ്ങളോട്
സന്ധിയിലെത്താനും അതുപോലെ ഇവരുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രശ്നം ഭാവിയിൽ ഇല്ലാതിരിക്കാനും കൂടിയായിട്ടാണ് ഈ രാജ്യങ്ങളുടെ ഒക്കെ തന്നെ തല തൊട്ടപ്പൻ എന്ന സ്ഥാനത്തിരിക്കുന്ന റഷ്യയുമായി അമേരിക്ക സൗഹൃദത്തിലാകുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനും റഷ്യയ്ക്ക് വേണ്ടതുപോലെ കാര്യങ്ങളൊക്കെ നിവർത്തിച്ചു കൊടുക്കാനും ഉക്രൈനെ പരമാവധി പിഴിയാനും ഒക്കെ ട്രംപ് നോക്കിയത് എങ്ങനെയെങ്കിലും റഷ്യയുടെ പ്രീതി പിടിച്ചു പറ്റുക എന്നൊരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയാണ്. എന്നാൽ ഇറാന്റെ പ്രധാന ആയുധ സ്രോതസ്സായ റഷ്യയോട് ആയുധം കൊടുക്കരുതെന്ന് ആജ്ഞാപിച്ചിട്ടും കാര്യമൊന്നും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, എല്ലാത്തിനും വിപരീത ഫലമാണ് ഉണ്ടായതും. ഇറാനുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള റഷ്യയും ഒരു സൈനിക ഇടപെടൽ ഉണ്ടാവുകയാണെങ്കിൽ മുന്നിൽ നിൽക്കും ഇറാനൊപ്പം എന്ന കാര്യം ഏറ്റവും വ്യക്തമായിട്ട് നിലവിൽ അറിയുന്നത് ഇപ്പോൾ ഇസ്രയേലിനും അതുപോലെ തന്നെ അമേരിക്കയ്ക്കും തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗാസയിൽ ഇസ്രയേൽ അഴിച്ചുവിട്ട ക്രൂരതയ്ക്കെതിരെ വലിയ പ്രതിഷേധവും അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് ഉയർന്നിട്ടുണ്ട്. ഈ ആക്രമണങ്ങളിൽ നൂറുകണക്കിന് ഫലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത്. ഇതിന് തിരിച്ചടിയായി ഇസ്രയേൽ വിമാനത്താവളങ്ങൾ ലക്ഷ്യമിട്ട് ഹൂതികളും ആക്രമണം ആരംഭിച്ചു. നെവാറ്റി വ്യോമതാവളത്തിന് നേരെയാണ് ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തിയത്. ഹൂതികളുടെ ഇടപെടൽ തടയാൻ യമൻ ലക്ഷ്യമാക്കി അമേരിക്കയും ആക്രമണം കടുപ്പിച്ച ഘട്ടമാണിപ്പോൾ. കഴിഞ്ഞ 72 മണിക്കൂറിനുള്ളിൽ 4ാം തവണയും ചെങ്കടലിൽ USS ഹാരി എസ് ട്രൂമാൻ വിമാനവാഹിനി കപ്പലിനെ ലക്ഷ്യമിട്ട് വൻ ആക്രമണം ഹൂതികൾ നടത്തിയിട്ടുണ്ട്. ക്രൂയിസ് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് ഹൂതികൾ ആക്രമണം നടത്തിയിരിക്കുന്നത്. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ സമാധാനത്തിന്റെ പ്രതീക്ഷകൾ ഗാസയിലെ ജനങ്ങളിലേക്ക് എത്തിയെങ്കിലും ഇസ്രയേലിന്റെ യുദ്ധക്കൊതി കാര്യങ്ങൾ വീണ്ടും വഷളാക്കുകയാണ് ചെയ്യുന്നത്. ഹമാസ് ബന്ദികളാക്കിയ ഇസ്രയേൽ പൗരന്മാരെ വിട്ടു നൽകിയില്ലെങ്കിൽ ഹമാസിനെ കത്തിക്കുമെന്ന് ആക്രോശിച്ച ഇസ്രയേൽ കൊലവെറി ആരംഭിച്ചു കഴിഞ്ഞു. കുഞ്ഞു കുട്ടികളും ഹമാസിന്റെ തലവന്മാരും തന്നെയാണ് ഇത്തവണയും ഇസ്രയേലിന്റെ ടാർഗറ്റ്. ഇസ്രയേലി ജനത പോലും ഇത് അരുത് എന്ന് പറഞ്ഞിട്ടും നെതന്യാഹുവിന് ഒരു കൂസലുമില്ല എന്നത് ഇവിടെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. വ്യാഴാഴ്ച തെക്കൻ ഗാസയിലെ വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ സൈനിക ഇന്റലിജൻസ് തലവൻ ഒസാമ തബാഷിനെ കൊലപ്പെടുത്തിയതായി ഇസ്രയേൽ സേന അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഹമാസ് ഗ്രൂപ്പിന്റെ നിരീക്ഷണ ദൗത്യ യൂണിറ്റിന്റെ തലവൻ കൂടിയാണ് ഒസാമ തബാഷ്. ഇസ്രയേൽ സേനയുടെ പ്രസ്താവനയോട് ഹമാസ് ഇതുവരെ പ്രതികരണം നടത്തിയിട്ടുമില്ല. ഗാൻ യൂനിസ് ബ്രിഗേഡിലെ ഒരു ബറ്റാലിയൻ കമാൻഡർ ഉൾപ്പെടെ ഹമാസിലെ ഒട്ടേറെ ഉയർന്ന സ്ഥാനങ്ങൾ തബാഷ് വഹിച്ചിട്ടുണ്ടായിരുന്നു. തെക്കൻ ഗാസയിൽ ഹമാസിന്റെ സായുധ വിഭാഗത്തിന്റെ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും പ്രദേശത്തെ നീക്കങ്ങൾ തബാഷ് നേതൃത്വം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും IDFന്റെ അതായത് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് എക്സ്പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്. ഒസാമ തബാഷിന്റെ കൊലപാതകം ഹമാസിന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടാക്കിയത് എന്നത് ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ്. ഒക്ടോബർ 7 ആക്രമണത്തിനും നുഴഞ്ഞുകയറ്റം ആസൂത്രണം ചെയ്യുന്നതിലുമൊക്കെ തന്നെ തബാഷ് നിർണായകമായ പങ്ക് വഹിച്ചതായും IDF വക്താവ് അവകാശപ്പെട്ടു. യുദ്ധസമയത്ത് തബാഷിന്റെ യൂണിറ്റ് രഹസ്യാന്വേഷണ വിവരങ്ങൾ ശേഖരിക്കുകയും ഗാസയിലെ ഇസ്രയേലി സൈനിക നീക്കങ്ങൾ നിരീക്ഷിക്കുകയും സേനയ്ക്കെതിരെ ആക്രമണം നടത്തുകയും ചെയ്തുവെന്ന് IDF കുറിപ്പിൽ പറയുന്നു. ഹമാസിന്റെ രഹസ്യാന്വേഷണ ശ്രമങ്ങൾക്കും മേഖലയിലെ ഇസ്രയേൽ സേനയെ ലക്ഷ്യമിടാനുള്ള നീക്കങ്ങൾക്കും തബാഷിന്റെ കൊലപാതകം വലിയ തിരിച്ചടിയാണെന്നാണ് IDFന്റെ വാദം. ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന സൈനിക ആക്രമണം 4ാം ദിവസത്തിലേക്കാണ് കടക്കുന്നത്. കൂടുതൽ വ്യോമാക്രമണം ഉണ്ടാകുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി പറയുകയും ചെയ്തിട്ടുണ്ട്. ഗാസയിൽ കൂടുതൽ സ്ഥലങ്ങൾ പിടിച്ചടക്കാൻ ഇസ്രയേൽ പ്രതിരോധ മന്ത്രിയുടെ ഉത്തരവും വന്നു. തടവിലാക്കപ്പെട്ട ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ ഗാസയിൽ കൂടുതൽ സ്ഥലങ്ങൾ പിടിച്ചടക്കാൻ ഞാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകി. ഹമാസ് എത്രത്തോളം ഇസ്രയേലികളെ ബന്ദികളാക്കിയിരുന്നോ അവർക്ക് കൂടുതൽ പ്രദേശങ്ങൾ നഷ്ടമാകും. ഇസ്രയേൽ ആ പ്രദേശങ്ങളെല്ലാം കീഴടക്കും. ഇസ്രയേലികളെയും സൈന്യത്തെയും സംരക്ഷിക്കുന്നതിനായി ഗാസയ്ക്ക് ചുറ്റുമുള്ള ബഫർ സോണുകൾ വികസിപ്പിക്കും. ഇസ്രയേൽ കാറ്റ്സ് പറഞ്ഞത് ഇങ്ങനെയാണ്. ചൊവ്വാഴ്ച ഇസ്രയേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചതോടെ ഗാസയിൽ കരവ്യോമാക്രമണം നടക്കുകയാണ്. തെക്കൻ ഗാസയിലെ റഫയിൽ ആക്രമണം നടക്കുകയാണെന്നും സൈന്യം ബെയ്ത്ത് ലാഹിയ പട്ടണത്തിന്റെ വടക്കുവശത്തേക്ക് നീങ്ങുകയാണെന്നും ഇസ്രയേൽ സൈന്യം അറിയിച്ചിട്ടുണ്ട്. ഇതുവരെ 600ഓളം പേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് ഇസ്രയേലിനോട് എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാകുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും ഇസ്രയേലിന്റെ ഈ ക്രൂരത കണ്ടില്ലെന്ന് നടിക്കാൻ ഇറാനോ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് രാജ്യങ്ങൾക്കോ സാധിക്കില്ല. എന്തായിരിക്കും ഇനി ആഗോള രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത്? നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്തുതന്നെയായാലും കമന്റ് ചെയ്യുക. ഒപ്പം അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.